പലരുടെയും സക്സസിന് വില്ലനാവുന്ന ഒരു കാര്യമാണ് നെഗറ്റീവ് തോട്ട്സ്. ഒരുപാട് നെഗറ്റീവ് ചിന്തകളുള്ള ആളാണ് നിങ്ങളെങ്കിൽ ദിസ് വീഡിയോ ഇസ് ഫോർ യു. ഹായ് മൈ ഡിയർ ആക്ഷൻ ടേക്കേഴ്സ്, ഐ ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഐ എം അഖില. ഐ എം എ സർട്ടിഫൈഡ് ലൈഫ് കോച്ച് ആൻഡ് എ സക്സസ് കോച്ച്. ഗ്രോത്ത് റിലേറ്റഡ് വീഡിയോസ് ആണ് ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. സോ ഇഫ് യു ആർ ന്യൂ ഹിയർ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ സക്സസിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു വില്ലനാണ് നെഗറ്റീവ് തോട്ട്സ്. പല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ കൂടി അത് ചെയ്യാൻ പറ്റാതെ നിങ്ങളെ തളർത്തിക്കളയുന്ന ഒന്നാണ് നെഗറ്റീവ് തോട്ട്സ്. എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ചിന്ത വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു 10 ചിന്തകൾ കൂടെ വരും. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോൾ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകും. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ സക്സസിന് വില്ലനാവുന്ന ഒരു കാര്യമാണ് നെഗറ്റീവ് തോട്ട്സ്. നെഗറ്റീവ് തോട്ട്സ് വന്ന് നമ്മൾ അത് കാട് കയറി ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു തരം ഫിയർ വരും, നമുക്കൊരു പേടിയാകും, എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല, നമുക്കൊരു ക്ലാരിറ്റി ഇല്ലാതെയാകും, ഞാനിത് ചെയ്താൽ ശരിയാകുമോ എന്നുള്ളൊരു തോന്നൽ വരും. നമ്മുടെ കോൺഫിഡൻസിനെ അത് വല്ലാതെ അത് ബാധിക്കും. ഇതാണ് പലരിലും സംഭവിക്കുന്നത്. ഇതാണ് പലർക്കും സക്സസ്സിലേക്ക് എത്താൻ പറ്റാത്തതിൻ്റെ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത്. ക്ലാരിറ്റി ഇല്ലാതെയാക്കി കളി, നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാതെയാക്കി കളി, നമുക്ക് എന്തിനോടും ഒരു പേടി എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും വരുന്നത്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, ഇത്തരം ചിന്തകളിലൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 3 സിമ്പിൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. അതിലെ നമ്പർ 1, അവെയർ ആവുക എന്നുള്ളത്. നിങ്ങളിതൊന്ന് റിയലൈസ് ചെയ്യുക. ഇത്തരം ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ജസ്റ്റ് ഒരു നെഗറ്റീവ് ചിന്ത മാത്രമാണ്, എനിക്കിത് ആലോചിച്ചിരിക്കാനുള്ളതല്ല എൻ്റെ സമയം. ജസ്റ്റ് നിങ്ങളൊന്ന് അവെയർ ആവുക. തോട്ട്സ് വരുന്നുണ്ട്, ഇപ്പോഴേ തന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് എടുക്കുക. രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സ്റ്റോപ്പ് ടെക്നിക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക. ഇത്തരം ചിന്ത വരുമ്പോൾ തന്നെ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളുടെ ബോഡി മൂവ്മെൻറ്റ് നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇരുന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നടക്കുക. അതേപോലെ നിങ്ങളുടെ ബോഡിയിൽ നിങ്ങളൊരു ആക്ഷൻ കൊണ്ടുവരാം. അതോടുകൂടി നിങ്ങൾക്ക് ആ ഒരു തോട്ടിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു അത്തരം തോട്ട്സ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ബോഡി മൂവ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കളയാൻ പറ്റും. മൂന്നാമതായി ചെയ്യേണ്ടത്, ഒന്ന് ഡീപ് ബ്രീത്ത് എടുക്കുക. നിങ്ങൾ ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കൊന്ന് എടുക്കുക. 1-2 തവണ ഇത് ചെയ്യാം. അതിലൂടെ നിങ്ങളുടെ ബോഡിക്കും നിങ്ങളുടെ മൈൻഡും ഒന്ന് റിഫ്രഷ് ആകാൻ സാധിക്കും. അവസാനത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ പറയാനുള്ളതാണ്. ഐ എം സോ പവർഫുൾ, ഐ എം സോ കോൺഫിഡൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു പവർഫുൾ അഫർമേഷൻ പറയാം. അതിൻ്റെ കൂടെ പറയാം, ഞാൻ സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള അഫർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഇമോഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും. ജസ്റ്റ് ട്രൈ ദിസ് ടെക്നിക്സ്. സമയം എന്നുള്ളത് പാഴാക്കാനുള്ളതല്ല, വളരെ വാല്യുബിൾ ആയിട്ട് വളരെ യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളുടെ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഒരു ഗ്രോത്ത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ജോയിൻ മൈ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി. താങ്ക് യു.